വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേവയ്ക്കൽ ജംഗ്ഷനടുത്തായി കോളോട്ടിമൂല എന്ന് പറയുന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി ക്ലാഡിംഗ് ടൈലും ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റുകളും കൂടാതെ CNC കട്ടിംഗ് വർക്കുകളും വരുന്നുണ്ട്. 3.7 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വളരെ മനോഹരമായി ടെക്സ്ചർ വർക്കുകളും ലൈറ്റും സ്ക്വയർ ട്യൂബ് വർക്കും ചെയ്താണ് നൽകിയിരിക്കുന്നത്. 5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായി ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 11 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്, അതായത് സൗത്ത് സൈഡിൽ. 3 അടിയോളമാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്, അതായത് ഈസ്റ്റ് സൈഡിൽ. 6 അടിയിലേറെയാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഇവിടെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിടുത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടൊരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 7 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വന്നിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ മെയിൻ ഡോറിൻ്റെ ഹാൻഡിലും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ഈ ഒരു പാസേജിന് മുകളിലായി പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് സിലിണ്ടർ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസ് നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വന്നിരിക്കുന്നത്. 13 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 3 ഡോർ വിൻഡോ നൽകി പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ഈ സൈഡിലായിട്ട് ധാരാളം ഡക്കർ സ്പേസും താഴെയായി സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. കൂടാതെ പാനലിംഗ് വർക്കും നല്ലൊരു വാൾപേപ്പർ ഡിസൈനും ഈ ഒരു TV യൂണിറ്റിന് വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാനലിംഗ് വർക്ക് ചെയ്ത് സ്പോട്ട് ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വളരെ വിശാലമായ ആ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. 12 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് കോർട്ട്യാർഡിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ഗ്ലാസ് ഡോറും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണർ ലൈറ്റാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. വാഷ് കൗണ്ടർ ബാക്ക് സൈഡ് ടൈലും വാൾപേപ്പറും ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പറൊക്കെ യൂസ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകൾ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടും വളരെ മനോഹരമായി ചെയ്ത ഒരു ഇൻറ്റീരിയർ വർക്ക് കാണാം. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത്.
ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇത് ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് കോർട്ട്യാർഡിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായി ചെയ്ത ഒരു പാനലിംഗ് വർക്ക് കാണാം. ഇതിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടും ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 9.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു കിച്ചണിൻ്റെ സ്റ്റൗവിനുള്ള പ്രൊവിഷൻ ഈസ്റ്റിലേക്കാണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 11.5 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഗ്രില്ല് കൊണ്ട് ക്ലോസ് ചെയ്തെടുത്തിരിക്കുന്ന ഈ വർക്ക് ഏരിയയ്ക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും സിങ്കും എല്ലാം വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലുകളാണ് സ്പേഷ്യസ് ആയ ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. കൂടാതെ സെറയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കി ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. സെറയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് എക്സ്ഹോസ്റ്റ് ഫാൻ ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ റൈറ്റ് സൈഡിലായിട്ടാണ് ഹാൻഡിൽ വരുന്നത്. കയറി നമ്മൾ വരുമ്പോൾ ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. 15 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകി പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും വളരെ മനോഹരമായ ഒരു വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. ഇവിടെയായി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഈ വീട്ടിൽ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസും V-ഗാർഡിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. വുഡിൽ തന്നെയാണ് ഡോറ് വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്.
ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾറൂമും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെയും ജാഗ്വാറിൻ്റെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 9.5 അടിയോളം നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ യൂട്ടിലിറ്റി സ്പേസ് നമുക്കൊരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആയി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 15 അടി നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി വളരെ മനോഹരമായ ഈ ഒരു ബാൽക്കണിക്ക് ഇവിടെ ക്ലാഡിംഗ് ടൈലൊക്കെ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 1.6 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 5.3 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.9 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 3.8 കിലോമീറ്റർ, കലൂരേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.2 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ. ഇതാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസോടും കൂടിയ ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 85 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.